നമ്മുടെ മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികളുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ്സാണ് കേട്ടോ ഇത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണിയിൽ ചില പദങ്ങൾ എന്താണ് വിട്ടുപോയിരിക്കുന്നു. അവയുടെ സ്ഥാനം ഒരു റൗണ്ട് സർക്കിൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളിത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് സമാന്തര ശ്രേണി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കോണേ. അപ്പോൾ എന്താണ് സമാന്തര ശ്രേണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു നമ്പർ സീക്വൻസ് എഴുതുവാണ്. 2, 4, 6, 8 എക്സെട്ര. ഇതൊരു നമ്പർ സീക്വൻസ് ആണല്ലേ. ഇപ്പം 1, 3, 5, 7, 9 എക്സെട്ര. ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. അപ്പം 2⁻1, 2ൻ്റെ സ്ക്വയർ, 2⁻3, 2⁻4 എക്സെട്ര. ഇതും ഒരു നമ്പർ സീക്വൻസ് ആണ്. അപ്പം നോക്കടാ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ സീക്വൻസിൽ 2 വീതം കൂടി പോകുന്നു. ഒന്നാമത്തെ നമ്പർ സീക്വൻസിൽ എന്താണ് 2 വീതം കൂടി പോകുന്നു. രണ്ടാമത്തെ നമ്പർ സീക്വൻസിൽ എത്ര വീതം കൂടി പോകുന്നു? 2 വീതം കൂടി പോകുന്നു. അതാണ് ആ നമ്പർ സീക്വൻസിൻ്റെ പെക്യുലാരിറ്റി. മൂന്നാമത്തെ നമ്പർ സീക്വൻസ് നോക്ക്, അതിൻ്റെ റേസ്റ്റ് ഉണ്ടല്ലോ, കൃത്യംഗം റേസ്റ്റ് എന്താണ് 1, 2, 3, 4 ആയിട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്പർ സീക്വൻസ്. ഇങ്ങനെയുള്ളവയാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. ഈ നമ്പർ സീക്വൻസിൽ അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അടുത്തടുത്ത 2 ടേമുകൾ തമ്മിൽ ഉള്ള ഡിഫറൻസ് നോക്കുമ്പോൾ ആ ഡിഫറൻസ് എല്ലായ്പ്പോഴും തുല്യമാണ് എങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് അരിത്തമെറ്റിക് സീക്വൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 2, 4, 6, 8 എക്സെട്ര ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. ഈ നമ്പർ സീക്വൻസിലെ അടുത്തടുത്ത 2 പദങ്ങൾ അപ്പോൾ നമുക്ക് അപ്പോൾ അടുത്തടുത്ത 2 പദങ്ങൾ എന്ന് പറഞ്ഞാൽ 4, 4 - 2 എത്ര 2, 6 - 4 എത്ര 2, 8 - 6 എത്ര 2. അപ്പോൾ നോക്ക്, ഇവിടെ അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്ക് തുല്യമല്ലേ. അപ്പോൾ അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും തുല്യമായിരിക്കുന്ന നമ്പർ സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെയാണ്, അതിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് വിളിക്കും. സമാന്തര ശ്രേണികൾ. ഓക്കെയാണേ. അപ്പോൾ ഈ സമാന്തര ശ്രേണികളുടെ വ്യത്യാസം എന്ന് പറഞ്ഞില്ലേ, ആ വ്യത്യാസത്തെ നമ്മൾ പൊതു വ്യത്യാസം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാം സെയിം വ്യത്യാസമല്ലേ, അപ്പോൾ ഇതിനെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. അപ്പം കോമൺ ഡിഫറൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയാണോ, അപ്പം നമുക്കൊരു സീക്വൻസ് തന്നിട്ട് അത് സമാന്തര ശ്രേണിയാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, അവയുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ അവയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ആ ഡിഫറൻസ് കോമൺ ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ കോമൺ ആണെങ്കിൽ അതൊരു കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പം കോമൺ ഡിഫറൻസ് ആണ് എങ്കിൽ മാത്രമേ ആ പറയുന്ന നമ്പർ സീക്വൻസ് എന്താവത്തുള്ളടാ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആവത്തുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് സാറ് പറയുകയാണ് 4, 8, 12, 16 എക്സെട്ര ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ നമുക്ക് ഒന്നാമത്തെ പദം T1, രണ്ടാമത്തെ പദം T2, മൂന്നാമത്തെ പദം T3, നാലാമത്തെ പദം T4. ഓക്കെയാണേ. അപ്പം ഒന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും അടുത്തടുത്ത 2 പദങ്ങളാണ്. അപ്പോൾ 8ൽ നിന്നും 4 കുറച്ചാൽ എത്ര വരും? 4 വരും. 12ൽ നിന്ന് 8 കുറച്ചാൽ എത്ര വരും? 4 വരും. 16ൽ നിന്ന് 12 കുറച്ചാൽ എത്ര വരും? 4 വരും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഡിഫറൻസ് സെയിം അല്ലേ, അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എന്നാലിടാ ഈ 2⁻1, 2 സ്ക്വയർ, 2⁻3, 2⁻4 എക്സെട്ര ഞാൻ പറഞ്ഞു ഇതെന്താണ് ഒരു നമ്പർ സീക്വൻസ് ആണ്, പക്ഷേ അരിത്തമെറ്റിക് സീക്വൻസ് ആവുന്നില്ല അല്ലേ. അപ്പോൾ നമ്മളടുത്ത് ഇതുപോലൊരു നമ്പർ സീക്വൻസ് തന്നിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന്, അതായത് സമാന്തര ശ്രേണിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കും. അപ്പം ചെയ്യേണ്ടത് 2⁻1 പിന്നെ 2നെ ഒരു വട്ടം എഴുതി ഗുണിക്കുക എന്നല്ലേ. 2ൻ്റെ സ്ക്വയർ 2 × 2, അപ്പോൾ 2നെ 2 വട്ടം എഴുതി ഗുണിക്കുക. 2⁻3 എന്ന് പറഞ്ഞാൽ 2നെ 3 വട്ടം എഴുതി ഗുണിക്കുക. അപ്പോൾ എത്ര വരും? 8 വരും. 2⁻4 എന്ന് പറഞ്ഞാൽ 2നെ 4 വട്ടം എഴുതി ഗുണിക്കാനാണല്ലേ. അപ്പോൾ 4, 8, 2 എത്ര 16 വരും. അപ്പോൾ ഞാൻ ഇവയെ എന്തല്ലോടാ, ഇപ്പോൾ 2⁻1 പകരം 2, 2ൻ്റെ സ്ക്വയറിന് പകരം 4, 2⁻3 പകരം 8, 2⁻4 പകരം 16 ഇവ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 4 - 2 ചെയ്യുമ്പോൾ 2 അല്ലേ വ്യത്യാസം. എന്നാൽ 8 - 4 ചെയ്താലാ 4 ആണ്. അടുത്ത 16 - 8 ചെയ്താലാ 8 ആണ് വ്യത്യാസമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെയാണേ. അപ്പോൾ ഈ പറയുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തല്ല, ഇതിനെന്തില്ല, കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്തല്ലടാ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ഇനി ഞാനൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോർ എക്സാമ്പിൾ എഴുതുവാണ്. 5, 10,
15, 20 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പം ഇതിൽ ഒന്നാമത്തെ പദം, അതിൽ ഒന്നാമത്തെ ടേം അല്ലേടാ 5. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ പദം എന്നത് നമ്മൾ ഇംഗ്ലീഷ് ടേം എന്ന് പറയും. അതിനാണ് ടി എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് കേട്ടോ. T1 5 എന്ന് എഴുതാം, T2 എന്തെന്ന് എഴുതാം, രണ്ടാം പദം 10, T3 മൂന്നാം പദം 15, T4 നാലാം പദം എത്ര 20, ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടുത്തെ ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് T2 മൈനസ് T1 അല്ലേ. T2 എത്ര 10 മൈനസ് 5 5 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുവടെ തന്നിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും നമുക്ക് തന്നിരിക്കുന്ന എല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവയുടെ സ്ഥാനം ഡാഷ് കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പം ആ വിട്ടുപോയ ഭാഗം എന്താണ് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതല്ലേ 24 42. അപ്പോൾ 24 T1 ഒന്നാമത്തെ പദമല്ലേ 24, T2 രണ്ടാമത്തെ പദമല്ലേടാ 42. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്പോഴും റൈറ്റിലുള്ള ടൈമിൽ നിന്ന് ലെഫ്റ്റിലുള്ള ടൈം വേണം കുറയ്ക്കാൻ കേട്ടോ. അല്ലാതെ ഫസ്റ്റ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം അല്ല. ഇപ്പോൾ സെക്കൻഡ് ടൈമിൽ നിന്നാണെങ്കിൽ ഫസ്റ്റ് ടൈം കുറയ്ക്കണം, തേർഡ് ടൈമിൽ നിന്നാണെങ്കിൽ സെക്കൻഡ് ടൈം കുറയ്ക്കണം, സെവൻത്ത് ടൈമിൽ നിന്നാണെങ്കിൽ സിക്സ്ത് ടൈം കുറയ്ക്കണം. ഓക്കേണേ. അപ്പോൾ ഇവിടെ 42 മൈനസ് 24, 42 24 പോയാൽ എത്ര വരുവാടാ 24 10 34. പിന്നെന്താണ് 6 എത്ര 40, ആൻസർ എത്ര 18. ഓക്കെയാണേ. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടി 18 കിട്ടി. അപ്പം കോമൺ ഡിഫറൻസ് 18 കിട്ടിയപ്പോൾ ഒന്നാമതായി, രണ്ടാമതായി, മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഈ 42 കൂടെ ആരെ കൂട്ടിയാൽ മതി 18 കൂട്ടിയാൽ പോരെ. 42 18 കൂട്ടിയാൽ 60. ഇനി അടുത്ത ഉത്തരവ് എന്ന് പറഞ്ഞാൽ 60 കൂടെ 18 കൂട്ടിയാൽ പോരെ. ആൻസർ എത്ര 78. ഇങ്ങനെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ ടൈമും രണ്ടാമത്തെ ടൈമും തന്നിട്ടില്ല അല്ലേ. T1ഉം T2ഉം നമുക്ക് തന്നിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്നത് T3 അല്ലേ തന്നിരിക്കുന്നത്. T3 24, T4 എത്ര 42. അപ്പോൾ ഇവിടുത്തെ ഡി കണ്ടുപിടിക്കേണ്ടടാ. ഇവിടുത്തെ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നതിൽ വലിയ സ്ഥാനം 4ാം സ്ഥാനമല്ലേ. അപ്പം 4ാം സ്ഥാനത്തിൽ നിന്ന് 3ാം സ്ഥാനം കുറച്ചാൽ പോരെ. 4ാം സ്ഥാനം 42 മൈനസ് 24, 42 മൈനസ് 24 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടോളാം. ഉത്തരം 18 കിട്ടും. ഓക്കെയാണേ. അപ്പോൾ ഈ ഡിഫറൻസ് എത്രയാണ് 18. അപ്പം എനിക്കിനി T3ന്ന് T2ലോട്ടല്ലേ വരേണ്ടത്. അപ്പോൾ 24 എത്ര കുറയ്ക്കണോടാ 18 കുറയ്ക്കണം. 24 18 കുറയ്ക്കണം. അപ്പോൾ 24 18 കുറച്ചാൽ എത്ര വരും 6 വരും. ഓക്കെയാണേ. അടുത്തത് എന്താണ് ഈ പറയുന്ന 6 വീണ്ടും 18 കുറയ്ക്കണം. 6 18 കുറച്ചാൽ എത്ര വരും -12 വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ -12,6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ T1 നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ. T2 നമുക്കറിയാം എത്ര 24. T3 നമുക്ക് അറിഞ്ഞുകൂടാ. T4 നമുക്കറിയാം എത്ര 42. നോക്കടാ, രണ്ടാം പദം 24. ആ രണ്ടാം പദത്തിൻ്റെ കൂടെ ഒരു വട്ടം ഡി കൂട്ടുമ്പോഴല്ലേ ഇത് കിട്ടുന്നത്. പിന്നെ ഈ പദത്തിൻ്റെ കൂടെ വീണ്ടും ഡി കൂട്ടുമ്പോഴല്ലേ ഈ 42 കിട്ടുന്നത്. അപ്പം നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഈ 24ൻ്റെ കൂടെ ഒരു ഡി 2 ഡി. അപ്പം 24 പ്ലസ് 2 ഡി ആണെന്ത് 42 കിട്ടത്തില്ലേടാ. ഇതിൽ നിന്ന് 2 ഡി സമം 42 മൈനസ് 24. 42 മൈനസ് 24 ഇതാ എത്ര വരും. നമ്മൾ നേരത്തെ ഇതാണല്ലേ 18. ഡി സമം 18 ഭാഗം 2. ആൻസർ എത്ര 9 വരും. ഓക്കെ. അപ്പം നമുക്ക് എന്താണ് ഇത് കണ്ടുപിടിക്കാൻ 24 9 കൂട്ടിയാൽ പോരെ. 24 9 കൂട്ടുമ്പോൾ എത്ര വരും 33. വീണ്ടും നമ്മൾ ശരിയാണോ നോക്കൂട്ടാൻ വേണ്ടി 33 9 കൂട്ടിയതല്ലേ 42 എന്ന് നോക്കിയാൽ മതി. ഇനി പുറകിലോട്ട് വരുമ്പോൾ എന്താണ് 24 എന്ത് ചെയ്താൽ മതി 9 കുറച്ചാൽ മതി. എത്ര വരും 15. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എന്താണ് 15 24 33 42. പിന്നെ 2ഉം 4ഉം നമ്മളിപ്പം പറഞ്ഞ അതേ മോഡലിൽ ചെയ്തോണം കേട്ടോ. ഇനി ആറാമത്തത് നോക്കടാ. ആറാമത്തത് ഞാനൊന്ന് ചെയ്യാം.
ആറാമത്തെ ക്വസ്റ്റ്യൻ 24. അപ്പം T1 തന്നിട്ടുണ്ട് എത്ര? 24. T2 നമുക്ക് തന്നിട്ടില്ല. T3 നമുക്ക് തന്നിട്ടില്ല. T4 എത്രയെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 42 തന്നിട്ടുണ്ട്. അപ്പം ഈ T1ൻ്റെ കൂടെ ഒരു ഡി കൂട്ടി, വീണ്ടും ഒരു ഡി കൂട്ടിയപ്പോൾ ഇത് വന്നു, വീണ്ടും ഒരു ഡി കൂട്ടിയപ്പോഴല്ലേ 42 വന്നത്. അപ്പോൾ 24ൻ്റെ കൂടെ ആദ്യത്തെ ഡി കൂട്ടിയപ്പോൾ എന്താണ്? 24ൻ്റെ കൂടെ ഞാൻ എന്താണ് ആദ്യത്തെ ഡി കൂട്ടിയപ്പം എനിക്ക് രണ്ടാം പദം കിട്ടി. അതിൻ്റെ കൂടെ വീണ്ടും ഒരു ഡി കൂട്ടിയപ്പോഴത്തേക്ക് എനിക്ക് മൂന്നാം പദം കിട്ടി. അതിൻ്റെ കൂടെ വീണ്ടും ഒരു ഡി കൂട്ടിയപ്പോഴാണ് എനിക്കെന്ത് ഇത് നാലാം പദം കിട്ടിയത്. അപ്പോൾ എനിക്കത് T2 + 3D = 42 എന്ന് എഴുതി കൂടെ. സോറി, T1, T3 അല്ലടാ, T1 ആണേ, ഞാൻ പറഞ്ഞതിൽ മാറിപ്പോയതാണേ. അപ്പം T1ൻ്റെ കൂടെ എത്ര വട്ടം? 3 വട്ടം പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ എന്തെന്ന് വന്നടാ? 42 വന്നു. അപ്പോൾ ഇവിടെ T1 നമുക്ക് 24 എന്നല്ലടാ കിട്ടിയത്. 24 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3D = 42. ഇതിൽ നിന്ന് 3D = 42 - 24. 42 24 പോയി എത്രയെന്നറിയാം? 18 എന്നറിയാം. ഓക്കെ ആണേ. ഇതിൽ നിന്നും D = 18/3. ഉത്തരം എത്ര? 6 എന്ന് വരും. അപ്പം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് വന്നടാ? 6 എന്ന് വന്നു. അപ്പോൾ ഇത് ശരിയാണോ നമുക്ക് നോക്കാം. 24ൻ്റെ കൂടെ 6 കൂട്ടിയാൽ എത്ര കിട്ടും? 30 കിട്ടും. 30ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 36 കിട്ടും. 36ൻ്റെ കൂടെ 6 കൂട്ടിയാൽ തന്നെയല്ലോ 42 കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ. ഇനി നമുക്ക് രണ്ടാമത്തെ മോഡൽ നോക്കടാ. ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെയാണേ. അപ്പോൾ ഇവിടെ മൂന്നാം പദവും തന്നിട്ടുണ്ട്, ആറാം പദവും തന്നിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാം പദം 34, ആറാം പദം 67. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. മൂന്നാം പദം 34. അപ്പം നമുക്ക് മൂന്നാം പദം 34. അപ്പം ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുവാണേ. തേർഡ് ടൈം 34, മൂന്നാം പദം 34. സിക്സ്ത് ടൈം എത്ര? 67. ഇടാ സ്കൂളിൽ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്ന പറയും, ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറയും. അപ്പം നമ്മളെന്താണ്, ഞാൻ ആദ്യം ഒരു ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻ വെച്ച് പറയാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ 5 ടേം കണ്ടുപിടിക്കണമെങ്കിൽ അടുത്ത വെച്ച് സീക്വൻസ് എന്ന് കേട്ടാൽ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണോടാ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പഠിക്കണം. ഓക്കെയാണേ. ഇവിടെ സിമ്പിളായിട്ട് പറയാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ കേട്ടോ, ഇവിടെ നോക്ക്, ഇതാണ് ടേംസ്. ഓക്കെയാണേ, സ്ഥാനം, അതായത് ടേംസിൻ്റെ പൊസിഷനാണ്. മൂന്നാമത്തെ പൊസിഷൻ, ആറാമത്തെ പൊസിഷൻ. ഈ 34, 67 ടേംസ് വാല്യൂ. ഓക്കെയാണേ. അപ്പോൾ എന്താ നോക്കിക്കോണം, എനിക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുക ടേംസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെയാണേ. ടേംസ് ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയാം. അതായത് പദങ്ങളുടെ വ്യത്യാസം ഭാഗം സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഓക്കെയാണേ. പദങ്ങളുടെ വ്യത്യാസം ഭാഗം സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇങ്ങനെ എനിക്കെന്ത് ചെയ്യാടാ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടുത്തെ ഒന്നാമത്തത് നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ജനറലി ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ സ്ഥാനം, പൊസിഷൻ എവിടെയെന്ന് നോക്കണം. അപ്പോൾ 6ാം സ്ഥാനമല്ലേ, അപ്പോൾ അവിടെ നിന്ന് വേണം കുറയ്ക്കാൻ. അപ്പോൾ അവന് നേർക്കെയുള്ള പദം 67 അല്ലേടാ. അപ്പോൾ 67 - 34 ഡിവൈഡ് ബൈ 6 - 3. ഇപ്പോൾ 67 - 34, 7 4 പോയാൽ 3, 6 3 പോയാൽ 3. ആൻസർ എത്ര? കോമൺ ഡിഫറൻസ് 11 വന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ചെയ്യുവാണ്. നമുക്കെന്താണ് T1, നമുക്ക് ആദ്യത്തെ 5 പദങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. T2, T3, T4, T5. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. T3 തന്നിട്ടുണ്ട് എത്ര? 34 എന്ന് തന്നിട്ടുണ്ട്. അപ്പം T4 എന്ന് പറഞ്ഞാൽ 34 + 11 ചെയ്താൽ പോരെ. അപ്പം 34 11 കൂട്ടിയാൽ എത്ര? 44 1 45. ഇവയിലൂടെ വീണ്ടും 11 കൂട്ടിയാൽ എത്ര? 45 10 55 1 56. ഇനി T2 എന്ന് പറഞ്ഞാൽ 34 പുറകിലോട്ടല്ലേ പോവേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 34 11 കുറയ്ക്കണം. 34 - 11. അപ്പോൾ എത്രയെന്ന് വരുവാടാ? 23. ഇനി T1 എന്ന് പറഞ്ഞാൽ ഈ T2 വീണ്ടും 11 കുറയ്ക്കണം. അപ്പോൾ എത്ര വരുന്നത്? 12. ഓക്കെയാണ്. അപ്പം 12
23, 34, 45, 56. ഈ ഒരു മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കണക്ക് ചെയ്യാം. ഇനി അല്ല എങ്കിൽ നമുക്ക് വേറൊരു മോഡൽ ചെയ്യാം. ഓർ മോഡലാണ് കേട്ടോ. അപ്പോൾ G3 എത്രയെന്ന് തന്നേക്കുന്നത്? 34. G6 എത്രയെന്ന് തന്നേക്കുന്നത്? 67. ഓക്കെ ആണേ. അപ്പോൾ ഞാൻ പറയുവാണ്, ആറാം പദം കാണാൻ എനിക്ക് മൂന്നാം പദം തന്നിട്ടുണ്ട്. ആ മൂന്നാം പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ, അല്ലെങ്കിൽ 3ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 6 കിട്ടുന്നത്? 3ൻ്റെ കൂടെ 3 കൂട്ടിയാലാണ് 6 കിട്ടുന്നത് അല്ലേ? അപ്പം ഞാൻ ഈ മൂന്നാം പദത്തിനോടൊപ്പം 3 വട്ടം പൊതുവ്യത്യാസം കൂട്ടുന്നതല്ലേ ആറാം പദം? അപ്പം ഞാൻ മൂന്നാം പദത്തിനോടൊപ്പം 3 വട്ടം പൊതുവ്യത്യാസം കൂട്ടുന്നതാണ് ഏത്? ആറാം പദം. നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഐഡിയ. ഇതിൽ ആറാം പദം എത്ര? 67 എന്ന് കൊടുത്തു. മൂന്നാം പദം എത്ര? 34 എന്ന് കൊടുത്തു. പ്ലസ് 3D. ഓക്കെയാണേ. ഇനി ഇതിൽ നിന്നും 3D അവിടെ നിൽക്കട്ടെ, 3D അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറയുന്ന 34 ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. 67 മൈനസ് 34 ഈക്വൽ ടു 3D. ഇതിൽ നിന്നും 3D സമം 67 മൈനസ് 34. ചിലപ്പോൾ സ്കൂളിലൊക്കെ ടീച്ചർമാർ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മുതലായിരിക്കും എന്നാണ് സ്കൂളിൽ കണക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എന്താണ് ആൻസർ ഷീറ്റിൽ വർക്ക് ചെയ്യുന്ന അവിടെയോ എഴുതി മാറ്റണം. എഴുതി മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരത്തില്ലടാ? ഡൗട്ട് തോന്നത്തില്ല കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡൗട്ട് തോന്നത്തില്ല. ഇതിൽ നിന്നും ഇപ്പോൾ 67 മൈനസ് 34 ആൻസർ എത്രയെന്ന് വരും? 33. D സമയം എത്ര? 33 ഭാഗം 3 11. അപ്പം D കിട്ടിയല്ല. ഇനി നമുക്കെന്താണ് നേരത്തെ പറഞ്ഞ കണക്ക്, ബാക്കിയുള്ളതെല്ലാം നേരത്തെ പറഞ്ഞ കണക്കാണ്. G1, G2, G3, G4, G5. ഓക്കെയാണേ. ഇതിൽ G3 എന്ന് പറഞ്ഞാൽ എത്ര? 34. അപ്പം G4ഉം G5ഉം എല്ലാം കൂട്ടിയല്ലേ പോണത്? 34ൻ്റെ കൂടെ 11 കൂട്ടിയാൽ 44 1 45. 45ൻ്റെ കൂടെ 11 കൂട്ടിയാൽ എത്ര? 55 1 56. ഇനി അതുപോലെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാ 23. ഇവിടെ പോയാൽ എത്ര? കുറച്ച് പോവാണ് 12. അപ്പം 12, 23, 34, 45, 56. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കണക്ക് ഈ 2 മോഡൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ സാറ് പറഞ്ഞിരുന്ന രീതി ഏതാണോ അത് നിങ്ങൾ എടുത്തോണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. തേർഡ് ടൈം. അപ്പം G3 എത്ര? 43. G6 എത്ര? 76. ഞാൻ ആദ്യം പറഞ്ഞ മോഡലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് ഉത്തരം കറക്റ്റ് ആണോ അല്ലേ എന്ന് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? 2 മോഡലും ട്രൈ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ മോഡൽ എന്താണ്? D കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 26 മൈനസ് 43 6 മൈനസ് 3. ഓക്കെയാണ്. 76ൽ നിന്ന് 43 പോയി കഴിഞ്ഞാൽ എത്ര? അവിടെ 33 ഭാഗം 3 എത്ര? 11 കിട്ടും. ഇനി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ആദ്യത്തെ 5 ടൈമാണ് കണ്ടുപിടിക്കേണ്ടതില്ല. അപ്പോൾ 5 ടൈം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ അങ്ങ് എഴുതണം കേട്ടോ. G3, G4, G5. 5 വരെ എഴുതിയാൽ മതി. നമുക്ക് 6 തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും വേണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ 5 കണ്ടുപിടിച്ചാൽ മതിയല്ലോടാ. G3 എത്ര? 43. 40 നിന്നും ഇവിടെ 10 53 1 54. 54 10 64 1 65. അതുപോലെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്ര? 32. കാരണം 43 10 പോയാൽ എത്ര? 33. ഒന്നും കൂടെ പോയാൽ എത്ര? 32 കേട്ടോ. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര? 21. കാരണം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ കുറയ്ക്കണം, മുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? കൂട്ടണം. അപ്പോൾ ഇവിടുന്ന് 43 ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാം നമ്മളെന്താണ്? മൈനസ് ചെയ്ത് പോകണം. താഴോട്ട് പോകുമ്പോൾ എല്ലാം എന്താണ്? പ്ലസ് ചെയ്ത് പോകണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. തേർഡ് ടൈം 2. ഓക്കെയാണേ. അപ്പം G3 എത്ര? 2. G5 എത്ര? 3. D കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 3 മൈനസ് 2 ഡിവൈഡ് ബൈ 5 മൈനസ് 3. 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 വരും. 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്ര? 2 വരും. അപ്പോൾ ഇവിടുത്തെ 1/2 ആണ് എന്താടാ? ഇവിടുത്തെ ആര്? കോമൺ ഡിഫറൻസ്. അപ്പം G1, G2, G3, G4, G5. ഓക്കെയാണേ. G5 എത്രയെന്ന് തന്നു? 3 എന്ന് തന്നു. G3 എത്രയെന്ന് തന്നു? 2 എന്ന് തന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നോക്കടാ.
ഓക്കെ, ഇവിടെ നമുക്ക് T2 അല്ല തന്നേക്കുന്നത്, T3 ആണ് എത്ര 2 തന്നേക്കുന്നത് അല്ലേ. അപ്പം T4 എന്ന് പറഞ്ഞാൽ എന്താണ്, T4 T2 T3യുടെ എന്ത് കൂട്ടണം, 1/2 കൂട്ടണം. 2 + 1/2 അല്ലേ, 2 and 1/2. ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, അര കുറയ്ക്കണം. 2 അര പോയാൽ 1 and 1/2 അല്ലേ. ഇനി 1 and 1/2 അര പോയി കഴിഞ്ഞാൽ 1 അല്ലേ, കാരണം 1/2 അര പോയാൽ 1 അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ 5 ടൈമുകൾ ഏതൊക്കെ ഉണ്ടാവും, 1, 1/2, 2, 2/2, 3. ഓക്കെയാണേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ കണക്ക് ചെയ്യാമേ. ഇനി നാലാമത്തെ കണക്ക് നോക്കുക. നാലാമത്തെ കണക്ക് അഞ്ചാമത്തെ ടൈം. T5 എത്ര, 8. T9 എത്ര, 10. ഇവിടെ D കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10 - 8 ഭാഗം 9 - 5. 10 - 8 എന്ന് പറഞ്ഞാൽ എത്ര വരും, 2 വരും. 9 - 5 പറഞ്ഞാൽ 4 വരും. 1/2 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, അത് 5 ടൈം എടുത്ത് എഴുതുവാണ് അല്ലേ. അപ്പോൾ നമുക്ക് T1, T2, T3, T4, T5 ഇങ്ങനെ എഴുതുന്നുണ്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ. T5 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 8 അര പോയി കഴിഞ്ഞാൽ എത്രയടാ, 8 നമ്മളെന്താണ് അര കുറയ്ക്കുവാണ് അല്ലേ. 8 അര പോയി കഴിഞ്ഞാൽ ആൻസർ എത്ര, 7.5 7 അര പോയാൽ എത്ര, 7. 7 അര പോയാൽ എത്ര, 6.5. 6 അര പോയാൽ എത്ര, 6. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ കണക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 6, 6.5, 7, 7.5, 8 ഇങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ആൻസർ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയാണ്, T6 എത്രയായിരിക്കും, T6 8.5. T7 എത്രയായിരിക്കും, 8.5 അര കൂട്ടുമ്പോൾ 9. T8 എത്രയായിരിക്കും, 9 അര കൂട്ടുമ്പോൾ 9.5. T9 എത്രയായിരിക്കും, 9.5 അര കൂട്ടുമ്പോൾ 10. നമുക്കിവിടെ ക്വസ്റ്റ്യന് 10 തന്നിട്ടില്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, ശരിയാണ്. നമ്മൾ കണ്ടുപിടിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5th ടൈം, അതായത് T5 തന്നേക്കുവാണ്, 7. 7th ടൈം തന്നേക്കുവാണ് 5. ഞാനിത് ആദ്യം കണക്ക് പറഞ്ഞില്ലായിരുന്നോ, 2 മോഡൽ പറഞ്ഞില്ലായിരുന്നോ, അതിൽ രണ്ടാമത്തെ മോഡൽ വെച്ച് ഞാനിത് പറയാം കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് 7ാമത്തെ പദം കാണാൻ 5ാമത്തെ പദം. അപ്പോൾ 5 കഴിഞ്ഞിട്ട് എത്ര കൂട്ടിയാലാണ് ഇവിടെ 7 വരുന്നത്, 2 കൂട്ടിയാലല്ലേ. അപ്പോൾ 2 വട്ടം പൊതു വ്യത്യാസം കൂട്ടി. അപ്പം T7 എത്ര, 5. T5 എത്ര, 7 + 2D. ഇതിൽ നിന്നും 7 അപ്പുറത്ത് പോയാൽ 5 - 7 = 2D. 5 - 7 എത്ര, -2 = 2D. ഇതിൽ നിന്ന് D = -2/2 -1. ഓക്കെ, ഇതാണ് എന്ത്, ഇവിടുത്തെ D. ഇവിടുത്തെ D ശരിയാണെന്ന് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ D = 5 - 7 ഇവിടുത്തെ 7 - 5. ഇവിടെ നോക്കടാ, -2. ഇവിടെ എത്ര, 2. -1 തന്നെ കിട്ടിയില്ലേ. അപ്പോൾ ഈ 2 മോഡലിൽ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സ് എന്താണ് ഇക്വേഷൻ ഉപയോഗിക്കാതെ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാണ്ട് ഈ മോഡൽ എടുത്ത് എഴുതിയിട്ട് ഈ 2 സ്റ്റെപ്പ് എന്ത് ചെയ്യണം, എവിടെയെങ്കിലും മാറ്റി ആദ്യമേ എഴുതണം. അപ്പോഴത്തേക്കായിരിക്കും നമ്മളിത് പഠിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ട, കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ മനസ്സിലാക്കി അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഇനി ഇവിടുത്തെ ആദ്യത്തെ 5 ടൈമുകളല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം T1, T2, T3, T4, T5. T5 എത്രയെന്ന് തന്നിട്ടുണ്ട്, 7. അപ്പം T4 കണ്ടുപിടിക്കാൻ 7 നിന്ന് കുറയ്ക്കണം അല്ലേ. 7 - -1. 7 - -1 എന്ന് പറഞ്ഞാൽ മൈനസ് പ്ലസ് ആയിട്ട് പോകത്തില്ലടാ. അപ്പോൾ 7 + 1 8. ഇനി അതുപോലെ ഇവിടെ 8 - -1. അപ്പോൾ 8 + 1 എത്ര, ഇവിടെ 9 എന്ന് വരും. ഇവിടെ ആകുമ്പോഴാണ് 9 - -1. ഇവിടെ മൈനസ് പ്ലസ് ആവുന്നതുകൊണ്ട് എത്ര, 10. ഇവിടെ 10 - -1. മൈനസ് പ്ലസ് ആവുന്നതുകൊണ്ട് എത്ര, 11. അപ്പം 11, 10, 9, 8, 7 എന്നിങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട്.